കേരളീയരുടെ ജീവിതത്തിൽ സ്വർണത്തിന് കേവലം ഒരു ലോഹം എന്നതിലുപരി വലിയൊരു സാംസ്കാരികവും സാമ്പത്തികവുമായ സ്ഥാനമാണുള്ളത്. എന്നാൽ ഇന്ന് സ്വർണ്ണ വിപണി നേരിട്ട് കൊണ്ടിരിക്കുന്നത് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിലുള്ള വലിയൊരു പ്രതിസന്ധിയാണ്. പ്രധാന വിപണികളിൽ നിന്നും പുറത്തുവരുന്ന വാർത്തകൾ പ്രകാരം പല പ്രമുഖ ജുവലറികളും പുതിയ സ്വർണം വാങ്ങുന്നത് താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ്. സ്വർണത്തിന്റെ വില ഓരോ ദിവസവും റോക്കറ്റ് പോലെ കുതിച്ചുയരുമ്പോൾ വിപണിയിൽ ആവശ്യക്കാരുടെ എണ്ണം കുത്തനെ കുറയുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ജനുവരി മാസത്തിൽ മാത്രം സ്വർണ്ണ വിൽപ്പനയിൽ ഏകദേശം 70% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സാധാരണക്കാർക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ വില വർദ്ധിച്ചതോടെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുക എന്നത് പലർക്കും അസാധ്യമായി മാറിയിരിക്കുന്നു. സ്വർണ്ണ വ്യാപാര രംഗത്തെ പ്രമുഖരായ ജെ ഗോൾഡ് ഹൗസിന്റെ മാനേജിംഗ് ഡയറക്ടർ ഹർഷദ് അജ്മീർ പറയുന്നത് വിലയിൽ 30% കുതിച്ചുചാട്ടം ഉണ്ടായതാണ് വിപണിയെ തളർത്തിയത് എന്നാണ്. മുൻകാലങ്ങളിൽ സ്വർണ്ണവില കൂടുമ്പോൾ നിക്ഷേപം എന്ന നിലയിൽ ആളുകൾ വാങ്ങിക്കൂട്ടുമായിരുന്നു. എന്നാൽ ഇപ്പോൾ വില പരിധി വിട്ട് ഉയർന്നതോടെ ആഭരണ വിപണി ഏതാണ്ട് പൂർണ്ണമായും നിശ്ചലമായ അവസ്ഥയിലാണ്. അത്യാവശ്യക്കാർ പോലും പുതിയ സ്വർണം വാങ്ങുന്നതിന് പകരം തങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണം മാറ്റി വാങ്ങുന്ന രീതിയിലേക്ക് മാറിയിരിക്കുന്നു. ഇത് ജുവലറികളുടെ പ്രവർത്തന മൂലധനത്തെയും ലാഭത്തെയും ബാധിക്കുന്ന പ്രധാന ഘടകമായി മാറിയിട്ടുണ്ട്. പുതിയ സ്റ്റോക്കുകൾ എടുക്കാൻ ജുവലറികൾ മടിക്കുന്നത് വിപണിയിലെ പണമൊഴുക്ക് കുറയാനും കാരണമായിട്ടുണ്ട്. സ്വർണ്ണ വിപണിയിൽ ഉണ്ടായിരിക്കുന്ന ഈ മാറ്റം കേവലം ഒരു വിലക്കയറ്റം മാത്രമല്ല, മറിച്ച് ഉപഭോക്താക്കളുടെ മനോഭാവത്തിൽ തന്നെയുള്ള വലിയൊരു മാറ്റത്തിനെയാണ് സൂചിപ്പിക്കുന്നത്. ആഭരണങ്ങൾക്ക് പകരമായി നിക്ഷേപത്തിന് മുൻഗണന നൽകുന്ന ഒരു പ്രവണത ഇപ്പോൾ ദൃശ്യമാണ്. പരമ്പരാഗതമായി വലിയ അളവിൽ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങി സൂക്ഷിച്ചിരുന്നവർ ഇപ്പോൾ സ്വർണ്ണ നാണയങ്ങൾ, സ്വർണ്ണ ബാറുകൾ എന്നിവയിലേക്കും അതിലുപരിയായി ഡിജിറ്റൽ ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട് അതായത് ETF എന്നിവയിലേക്കും തിരിയുന്നു. ഇന്ത്യ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് അക്ഷ കംബോജ് നിരീക്ഷിക്കുന്നത് പോലെ ഉയർന്ന വിലയുള്ളപ്പോൾ വലിയ തോതിൽ പണം മുടക്കുന്നതിന് പകരം ചെറിയ തുകകൾ കൃത്യമായി ഇടവേളകളിൽ നിക്ഷേപിക്കാൻ സാധിക്കുന്ന ഡിജിറ്റൽ സംവിധാനങ്ങൾക്കാണ് പുതിയ തലമുറ മുൻഗണന നൽകുന്നത്. ഇത് ആഭരണ വിപണിയെ വരും കാലങ്ങളിൽ വലിയ രീതിയിൽ ബാധിക്കാൻ സാധ്യതയുമുണ്ട്. ഇനി ആരാണ് സ്വർണ്ണവില നിശ്ചയിക്കുന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. സ്വർണ്ണവില നിശ്ചയിക്കുന്ന പ്രക്രിയ വളരെ സങ്കീർണവും ആഗോളതലത്തിൽ പരസ്പരം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നതുമാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്വർണത്തിന് ഒരേ വിലയല്ല ഉള്ളതെങ്കിലും അടിസ്ഥാന വില നിശ്ചയിക്കുന്നത് പ്രധാനമായും ലണ്ടൻ ബുള്ളിയൻ മാർക്കറ്റ് അസോസിയേഷനാണ്. ദിവസത്തിൽ 2 തവണ ലണ്ടൻ സമയം രാവിലെയും വൈകുന്നേരവും ലോകത്തെ പ്രമുഖ ബാങ്കുകളുടെ പ്രതിനിധികൾ ചേർന്ന് സ്വർണത്തിന്റെ ആഗോള വില നിശ്ചയിക്കുന്നു. ഇതിനെ ലണ്ടൻ ഫിക്സിംഗ് എന്നാണ് വിളിക്കുന്നത്. അമേരിക്കൻ ഡോളറിലാണ് ഈ വില നിശ്ചയിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന നേരിയ ചലനങ്ങൾ പോലും സ്വർണ്ണവിലയെ നേരിട്ട് സ്വാധീനിക്കുന്നു. ഇന്ത്യയിലേക്ക് വരുമ്പോൾ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് ഇതിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ടാണ്. അന്താരാഷ്ട്ര വിപണിയിലെ വിലയെ അടിസ്ഥാനമാക്കിയാണ് ഇന്ത്യയിലെയും വിപണി നീങ്ങുന്നതെങ്കിലും ഇതിനോടൊപ്പം കേന്ദ്ര സർക്കാർ ചുമത്തുന്ന ഇറക്കുമതി തീരുവ, കൃഷി കല്യാൺ സെസ്, GST തുടങ്ങിയ നികുതികൾ കൂടി ചേരുമ്പോഴാണ് നാം കടകളിൽ നൽകേണ്ടി വരുന്ന വില രൂപപ്പെടുന്നത്. കൂടാതെ ഇന്ത്യൻ ബുള്ളിയൻ ആൻഡ് ജുവലേഴ്സ് അസോസിയേഷൻ രാജ്യത്തെ വിവിധ നഗരങ്ങളിലെ സ്വർണ്ണ വ്യാപാരികളിൽ നിന്നും വിവരങ്ങൾ ശേഖരിച്ച് പ്രതിദിന നിരക്കുകൾ പ്രഖ്യാപിക്കുന്നു. കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷനാണ് വിപണി സാഹചര്യം വിലയിരുത്തി പ്രാദേശിക വില നിശ്ചയിക്കുന്നത്. ഓരോ ജുവലറികളിലും ഈ അടിസ്ഥാന വിലയുടെ കൂടെ പണിക്കൂലിയും മറ്റ് ചെലവുകളും ചേർക്കുന്നു. ഇനി സ്വർണ്ണവില എന്തുകൊണ്ടാണ് ഇങ്ങനെ കുതിച്ചുയരുന്നത് എന്നൊരു ചോദ്യം എല്ലാവരിലും ഉണ്ടാകാം. സ്വർണ്ണവില പെട്ടെന്ന് വർദ്ധിക്കുന്നതിന് പിന്നിൽ നിരവധി ആഗോള സാമ്പത്തിക രാഷ്ട്രീയ കാരണങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആഗോള രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയാണ്. ലോകത്ത് എവിടെയെങ്കിലും യുദ്ധങ്ങളോ അല്ലെങ്കിൽ വലിയ രാഷ്ട്രീയ മാറ്റങ്ങളോ ഉണ്ടാകുമ്പോൾ നിക്ഷേപകർ ഓഹരി വിപണിയിൽ നിന്നും പണം പിൻവലിച്ച് ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപമായി കരുതുന്ന സ്വർണത്തിലേക്ക് മാറ്റുന്നു. നിലവിലെ സാഹചര്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച പുതിയ വ്യാപാര താരിഫുകൾ ആഗോള വിപണിയിൽ ആശങ്കയുണ്ടാക്കിയിട്ടുണ്ട്. ഇത് സുരക്ഷിത ആസ്തി എന്ന നിലയിൽ സ്വർണത്തിനുള്ള ഡിമാൻഡ് വർദ്ധിപ്പിച്ചു. അന്താരാഷ്ട്ര വിപണിയിൽ 1 ഔൺസ് സ്വർണത്തിന്റെ വില $5000 മുകളിലേക്ക് കടന്നു എന്നത് ഇതിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. മറ്റൊരു പ്രധാന കാരണം US കേന്ദ്ര ബാങ്കായ ഫെഡറൽ റിസർവിന്റെ നയങ്ങളാണ്. അമേരിക്കയിൽ പലിശ നിരക്ക് കുറയ്ക്കുമ്പോൾ നിക്ഷേപകർക്ക് ഡോളറിലുള്ള വിശ്വാസം കുറയുകയും അവർ സ്വർണത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നു. ഡോളറിന്റെ മൂല്യം ഇടിയുന്നതും സ്വർണ്ണവില വർദ്ധിക്കാൻ കാരണമാകുന്നു. ഇതിനു പുറമെ ഏഷ്യയിലെയും യൂറോപ്പിലെയും സെൻട്രൽ ബാങ്കുകൾ തങ്ങളുടെ കരുതൽ ശേഖരമായി വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുന്നതും വിപണിയിൽ സ്വർണത്തിന് ക്ഷാമമുണ്ടാക്കാനും വില ഉയരാനും ഇടയാക്കുന്നു. ലോകമെമ്പാടുമുള്ള പുതിയ നിക്ഷേപകർ സ്വർണത്തെ വെറും ആഭരണമായി കാണാതെ സാമ്പത്തിക മാന്ദ്യങ്ങളിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു കവചമായി കാണുന്നതാണ് ഇപ്പോഴത്തെ വിലക്കയറ്റത്തിന് പിന്നിലെ പ്രധാന മനഃശാസ്ത്രം. സ്വർണ്ണ വിപണിയിലെ ഈ മാറ്റങ്ങൾ വരും മാസങ്ങളിലും തുടരുമെന്നാണ്
സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നത്. ജ്വല്ലറികളിൽ പുതിയ സ്റ്റോക്കുകൾ എടുക്കാൻ മടിക്കുന്നത് വിപണിയിലെ സ്തംഭനാവസ്ഥയെ സൂചിപ്പിക്കുകയാണ്. ആഭരണ വിപണിയിൽ വലിയ ഇടിവുണ്ടാകുമ്പോൾ ഈ മേഖലയെ ആശ്രയിച്ച് കഴിയുന്ന ലക്ഷക്കണക്കിന് തൊഴിലാളികളുടെ ഉപജീവനവും പ്രതിസന്ധിയിലാകും. എന്നാൽ ഡിജിറ്റൽ സ്വർണ്ണ നിക്ഷേപങ്ങളിലേക്കും ETF-കളിലേക്കും ആളുകൾ കൂടുതൽ താൽപ്പര്യം കാണിക്കുന്നത് വിപണിയിലെ ഒരു പുതിയ യുഗത്തിന്റെ തുടക്കമായി കാണാം. വിപണിയിലെ ഈ അസ്ഥിരത എന്നാണ് അവസാനിക്കുക എന്ന് പ്രവചിക്കാൻ കഴിയില്ലെങ്കിലും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്നത് കേവലം ഒരു ആഭരണം എന്ന നിലയിൽ നിന്നും മാറി എത്തിപ്പിടിക്കാൻ പ്രയാസമുള്ള ഒരു വലിയ നിക്ഷേപ ആസ്തിയായി പരിണമിച്ചു കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ അന്താരാഷ്ട്ര വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ച് മാത്രമേ വിപണി സാധാരണ നിലയിലേക്ക് മടങ്ങുമോ എന്ന് പറയാനാകൂ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.